ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനെതിരെ ബംഗ്ലാദേശ് വനിതാ ടീം ക്യാപ്റ്റന്റെ പരാമർശം വിവാദത്തിൽ. യുവതാരങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ജൂനിയർ താരങ്ങളെ ഉപദ്രവിക്കാൻ താൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ അല്ല എന്നായിരുന്നു ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നിഗർ സുൽത്താനയുടെ പ്രതികരണം. 2023 ബംഗ്ലാദേശ് പര്യടനത്തിലെ 3-ാം ഏകദിനത്തിൽ ഹർമൻപ്രീത് പുറത്തായതിന് പിന്നാലെ സ്റ്റംപ് അടിച്ചുപൊട്ടിച്ച സംഭവം പരാമർശിച്ചായിരുന്നു ബംഗ്ലാദേശ് ക്യാപ്റ്റന്റെ പ്രതികരണം. താനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിഗർ സുൽത്താന പറഞ്ഞു. മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റനായിരുന്ന ജഹനാര ആലം ആണ് നിലവിലെ ക്യാപ്റ്റനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. നിഗർ സുൽത്താന യുവതാരങ്ങളെ പീഡിപ്പിച്ചെന്നും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നുമായിരുന്നു ജഹനാരയുടെ ആരോപണങ്ങൾ. ലോകകപ്പ് യോഗ്യത ലക്ഷ്യമിടുന്ന സ്പെയിനും ബെൽജിയത്തിനും ഇന്ന് അവസാന മത്സരം. ഗ്രൂപ്പ് ജേതാക്കളായി യോഗ്യത നേടാനാണ് ഇരു ടീമും കളത്തിൽ ഇറങ്ങുന്നത്. സ്പെയിന് തുർക്കിയാണ് എതിരാളികൾ. തുർക്കിയോട് വൻ തോൽവി ഏറ്റുവാങ്ങിയില്ലെങ്കിൽ സ്പെയിൻ യോഗ്യത ഉറപ്പിക്കും. ബെൽജിയം ലിച്ചൻസ്റ്റൈനെ നേരിടും. രാത്രി 1:15-നാണ് രണ്ട് മത്സരങ്ങളും. ഓസ്ട്രേലിയൻ കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ ഡോൺ അവാർഡ് സ്വന്തമാക്കി ഓസ്കാർ പിയാസ്ട്രി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ താരം നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിൽ 9 തവണ ജേതാവായ പിയാസ്ട്രിക്ക് പുരസ്കാരം നൽകിയത്. സർ ഡോൺ ബ്രാഡ്മാൻ്റെ പേരിൽ ഒരു പുരസ്കാരം ലഭിക്കുന്നത് വലിയ അംഗീകാരമാണെന്ന് അവാർഡ് സ്വീകരിച്ച് ഓസ്കർ പിയാസ്ട്രി പ്രതികരിച്ചു.